പ്രകൃതിയിലുള്ളതെല്ലാം മനുഷ്യന് ആസ്വദിക്കാനുള്ളതാണ്. എവിടെ നിന്നുമാണ് ഇത്തരം സാഹിത്യം വന്നതെന്ന് അറിയില്ല ട്ടോ. എന്നാലും നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഇതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാം. ഞാൻ കടൽ തീരത്ത് നേരിട്ട് കണ്ട ഒരു കാഴ്ചയായിരുന്നു. പെട്ടെന്ന് തിരമാലക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു മീൻ കരയിലടഞ്ഞു. ഇതിനെ കണ്ട ഒരു കാക്ക അതിന്റെ അരികിലേക്ക് പറന്നെത്തി. ജീവജാലകങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് എന്നതൊരു പ്രകൃതി നിയമമാണല്ലോ. കൊതിയോടെ ആ മീനിനെ കൊത്തി തിന്നുവാൻ എത്തിയ കാക്കയെ കടലിൽ നിന്നും കരയിലേക്ക് പതിയുന്ന ഓരോ തിരമാലകളും ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരുന്നു. കാരണം ഈ മീൻ പൂർണ്ണമായും കരയിലായിരുന്നില്ല. കാക്ക തന്റെ ശ്രമം തുടർന്നു. അതിനായി തിരമാല കടലിലേക്ക് വലിയുമ്പോൾ മീനിനെ കൊത്തി തിന്നുവാൻ ശ്രമിക്കുകയും കരയിലേക്ക് പതിയുമ്പോൾ അതിന്റെ അരികിൽ നിന്നും പിറകിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ചതുകൊണ്ടാവാം സമാധാനത്തോടെ മീനിനെ തിന്നുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കാക്ക മീനിനെ പൂർണ്ണമായും കരയിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചത്. മീനിന്റെ കട്ടിയുള്ള തോലുകളും കൂർത്ത നീളമുള്ള മുള്ളുകളും കാക്കയെ വീണ്ടും പ്രയാസപ്പെടുത്തി. ഈ സമയത്ത് കാക്കയ്ക്ക് കൂട്ടായി മറ്റൊരു കാക്ക അവിടെ എത്തി. എങ്കിലും ഈ രണ്ടാമത് വന്ന കാക്ക അപ്പോൾ തന്നെ അവിടെ നിന്നും മടങ്ങി പോവുകയായിരുന്നു ചെയ്തത്. ആദ്യമെത്തിയ കാക്ക തന്റെ ആഗ്രഹം സാധിക്കുവാനും ആസ്വദിക്കുവാനും പൂർത്തീകരിക്കുവാനും ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഒടുവിൽ അതിന് മീനിനെ വേണ്ട എന്ന് വെച്ച് മടങ്ങി പോവേണ്ടിയും വന്നു. വിശപ്പ് എന്നത് ജീവികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി നിയമമായിരുന്നില്ലേ? പ്രകൃതി തന്നെ ഈ മീനിനെ ഭക്ഷണം എന്ന രീതിയിൽ കാക്കയുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ശരിക്കും ഈ മീനിനെ തിന്നുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം ഇവർ തങ്ങളുടെ ആഗ്രഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് മീനിനെ വേണ്ട എന്ന് വെച്ച് കടൽ തീരത്തു നിന്നും തിരിച്ചുപോയത്? കാരണം ഈ കാക്കകൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. തിരമാലകൾക്കിടയിൽ തങ്ങൾ അകപ്പെടരുതെന്നും മീനിന്റെ കൂർത്ത മുള്ളുകൾ തന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ സാഹചര്യങ്ങൾ തങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ അപകടം വരുത്തുമെന്നും അവർ സ്വയം തിരിച്ചറിഞ്ഞിരുന്നു. അതിനായി അവർ സ്വതന്ത്രത്തിലൂടെ വിശപ്പ് എന്ന തങ്ങളുടെ പ്രകൃതി നിയമത്തെ നിയന്ത്രിച്ചുകൊണ്ട് കടൽ തീരം വിട്ടു. അതായത് അവർ തങ്ങളുടെ ജീവൻ നിലനിർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ആഗ്രഹത്തെ നിയന്ത്രിച്ചു.